അനാഥകളാണ്. വെച്ചാൽ ഇറാഖിലെയും ഫലസ്തീനിലും അതുപോലെ തന്നെ അതൊക്കെ ആ കണക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആ മുഴുവൻ കണക്കുകൾ കൂട്ടുകയാണെങ്കിൽ മില്യൺ കണക്കിന് കുട്ടികൾ അനാഥകളായിട്ടിരിക്കും. അത് 14 മില്യൺ വരെ കുട്ടികൾ വാപ്പയും ഉമ്മയും എന്തെന്നറിയാത്ത കുട്ടികളാണ്. കുട്ടികളുണ്ട്. നമ്മുടെ കുട്ടികളെ താലോലിക്കുവാനും അവരെ സ്നേഹിക്കുവാനും ജ്യേഷ്ഠാനുജന്മാരുണ്ട്. ഇപ്പൊ നമ്മളങ്ങോട്ട് പോയാലും അവരെ സംരക്ഷിക്കാൻ നമ്മുടെ ജ്യേഷ്ഠന്മാരും അല്ലെങ്കിൽ അമ്മാവന്മാര് വരും, എളാപ്പമാര് വരും. പക്ഷേ ലോകത്ത് ഇന്ന് അനാഥകളായി എത്രയോ കുട്ടികൾ പിറന്നു വീഴും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുവാനും അവരോട് സ്നേഹം പ്രകടിപ്പിക്കുവാനും അതുപോലെ തന്നെ അവരെ താലോലിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തുന്ന സഹോദരങ്ങളെ. അതേ സമയത്ത് 143 മില്യൺ കുട്ടികൾ അനാഥകളായി ഇവിടെ പിറന്നു വീഴുന്നു. യുദ്ധം കാരണമായി സ്വാഭാവിക മരണം കൊണ്ടായി. ഏതായാലും ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ പിതാവില്ലാത്ത കുട്ടികൾക്ക് അവര് പ്രായപൂർത്തിയാകുന്നത് വരെ യതീമാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടി വിവാഹം കഴിക്കുന്നത് വരെ, ആ കുട്ടിക്ക് നല്ല ഒരു വരൻ വരുന്നത് വരെ ആ കുട്ടി യതീമായി വളരെ ആ കുട്ടിയോടെ താലോലിക്കേണ്ടത് സമുദായത്തിന്റെ മാതൃകയാണ്. ആ കുട്ടിയെ ശ്രദ്ധിക്കേണ്ടത് സമൂഹത്തിന്റെ മാതൃകയാണ്. ലോകത്ത് ഇന്ന് പ്രവർത്തിക്കുന്ന പല ചാരിറ്റി സംഘടനകളും നമ്മുടെ കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. യതീം മക്കളുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന MK ഹാജി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ യതീം ഖാനയിൽ അമുസ്ലിങ്ങൾ വരെ പഠിച്ചിരുന്നു. ഇസ്ലാമിലെ ഫുഖഹാക്കളുടെ അഭിപ്രായത്തിൽ, ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മുസ്ലിമോ അമുസ്ലിമോ വ്യത്യാസമില്ല. പ്രായപൂർത്തിയാകുന്നവരെ കുട്ടികൾ അവർ മുസ്ലിങ്ങളാണ്. അതിനുശേഷമാണ് പറഞ്ഞല്ലോ കുട്ടികളെ ജൂതനാക്കുന്നതും അവരെ ക്രിസ്ത്യാനിയാക്കുന്നതും അവരെ മറ്റുള്ളവനും ഇങ്ങനെയുമൊക്കെ ആക്കുന്നത് മാതാപിതാക്കളാണ്. കുട്ടി പിറന്നു വീഴുന്നത് യഥാർത്ഥമായ ശുദ്ധ പ്രകൃതിയിലാണ്. അള്ളാഹു ഇഷ്ടപ്പെടുത്തി ഇസ്ലാമിന്റെ യഥാർത്ഥ ശീതള ഛായയിലാണ് ആ കുട്ടി പിറന്നു വീഴുന്നത്. ആ കുട്ടിയെ മുസ്ലിമാക്കുന്നത് ആ കുട്ടി തിരഞ്ഞെടുക്കുന്ന മതം എന്ന് പറയുമ്പോൾ അത് സത്യത്തിൽ മാതാപിതാക്കൾക്ക് അനുസരിച്ചാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ അങ്ങനെയായി കാണണം. തീവ്രങ്ങാട് മുസ്ലിംകാരയിൽ നമുക്കറിയാം കാലഘട്ടം ഇസ്ലാമിക സമൂഹം വെപ്രാളപ്പെട്ടിരുന്ന സമയമാണ്. അങ്കലാപ്പിലായിരുന്നു, ബേജാറിലായിരുന്ന ഒരു സമയത്ത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ നേതൃത്വത്തിൽ എത്രയോ കുട്ടികളെ ക്രൈസ്തവൽക്കരിക്കപ്പെട്ടു. നമുക്കറിയാം ഹൈറ്റിയിൽ അടുത്ത കാലത്ത് ഉണ്ടായി. ഏറ്റവും വലിയൊരു രാജ്യം, യൂറോപ്യൻ രാജ്യം, ആ കുട്ടികളെ മുഴുവൻ കിഡ്നാപ്പ് വരെ ചെയ്തു. പക്ഷെ അത് അവസാനം ഒരു ഒത്തുതീർപ്പിലെത്തി. ഇങ്ങനെ എത്രയോ കുട്ടികൾ 921 അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലും അതിന് ശേഷവുമൊക്കെ കേരളീയ സമൂഹത്തിൽ അനാഥകളായി. ആ കുട്ടികൾക്ക് അഭയമില്ല, അത്താണിയില്ല, ആശ്രയമില്ല, അവരെ നോക്കാൻ ആളില്ല. ആ സമയത്താണ് സ്വന്തം വീട്ടിൽ ഒരു സ്ഥലം, സ്വന്തം വീട്ടിലെ പല റൂമുകൾ തന്നെ യത്തീമക്കൾക്ക് യത്തീംഖാന പിറന്നു വീഴുകയാണ്. അതേ മുമ്പ് അതുപോലെ തന്നെ JDC പോലെയുള്ള യത്തീംഖാനകളുണ്ട്. പറയുന്നത് അങ്ങനെ മനുഷ്യനെ സംരക്ഷിക്കണമെന്ന ഒരു ബോധം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനാദിയായിട്ടുള്ള സഹോദരങ്ങളെ പാപ്പാനെ കണ്ടിട്ടില്ല. ഉമ്മ 6ാമത്തെ വയസ്സിൽ വലിച്ചു. അത് അനാഥത്വം പേറി ഈ ലോകത്തിലേക്ക് പിറന്നു പോകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു യതീമിന്റെ വേദനയുണ്ടാകുന്നത്. സംഭവം പറയുന്നത് എപ്പോ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും മറ്റുള്ളവരുടെ ഭക്ഷണം കഴിക്കണം എന്നാണ് നമ്മളെ എന്താ. അങ്ങനെയല്ല, എപ്പോ ഭക്ഷണം കഴിക്കുമ്പോഴും ഒരു അനാഥ കുട്ടിയെ, ഒരു അനാഥയായ ഒരു കുട്ടിയെ ആ ഭക്ഷണത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിൽ ബർക്കത്താണ്.
പ്രവാചകന്റെ ശിക്ഷണത്തിൽ വളർന്നൊരു മനുഷ്യൻ, പ്രവാചകൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന, ഇസ്ലാമിന്റെ വൃത്തത്തിൽ പ്രവേശിക്കാത്ത, മരണസമയത്ത് പോലും പ്രവാചകൻ ആവർത്തിച്ച് പറഞ്ഞു, ഒരു വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു വചനം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വാദിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. ആ മനുഷ്യനാരായിരുന്നു അബൂ ത്വാലിബ്. ഈ അബൂ ത്വാലിബിന്റെ മകനായിരുന്നല്ലോ അലി റളിയല്ലാഹു അൻഹു. അബൂ ത്വാലിബിന്റെ പ്രത്യേകത എന്താ? ഈ പ്രവാചകനെ വളർത്തുകയും പ്രവാചകനെ താലോലിക്കുകയും പ്രവാചകൻ അനാഥയാണെന്ന് തിരിച്ചറിയാത്ത രൂപത്തിൽ നബിയെ വളർത്തിയ ആളാണ്. അത് പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹു യഹ്ദീ മൻ യശാ. പ്രവാചകരെ, നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ച് അള്ളാഹു അയാൾക്ക് ഹിദായത്ത് കൊടുക്കുന്നില്ല. ഖുർആന്റെ വചനം ആരംഭിക്കുകയാണ് സഹോദരങ്ങളെ, അബൂ ത്വാലിബിനെ പറ്റിയാണ്. കുട്ടി അനാഥയായി കഴിഞ്ഞാൽ, വാപ്പ മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ എങ്ങനെ വളർത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശീർവദിച്ചു. മുസ്ലിമാണ് ഇതല്ലേ ഞാൻ പറയുന്നത്. മനുഷ്യന്റെ വീട്ടിലായാൽ മതി. അബൂ ത്വാലിബ് ഇവിടെ പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു വളർത്തി മാത്രമല്ല, സ്വന്തം മകൾ ഫാത്തിമയെ കല്യാണം കഴിച്ചു കൊടുത്തു. ഒരു കുടുംബ ജീവിതം സമ്മാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിന് ഒരു കുടുംബ ജീവിതം കൂടി സമ്മാനിച്ചു. എന്താണ് സഹോദരങ്ങൾ അതിന്റെ തത്വം? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചരിത്രം, അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് അറിയാം. പല സഹാബി വനിതകൾ നബിയുടെ അടുക്കൽ വന്നിട്ട്, നബിയെ, എന്റെ കീഴിൽ കുറെ യതീമക്കളുണ്ട്. ആ യതീമക്കൾക്ക് സക്കാത്തിന്റെ പണം കൊടുത്താൽ അത് വീടുമോ, അതോ അത് പ്രത്യേകിച്ച് ആളുകൾക്ക് തന്നെ കൊടുക്കണോ? നമ്മൾ വളർത്തുന്ന, നമ്മളെ വീട്ടിൽ വളരുന്ന അനാഥ മക്കൾക്ക് കൊടുക്കണോ എന്ന് അദ്ദേഹത്തിനോട് സംശയം ചോദിച്ചു. ഇങ്ങനെ സംശയം വരാൻ കാരണം എന്താ? ആ വീട്ടിൽ ഒരു അനാഥയുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഹബ്ബുൽ ബുയൂതി ഇലല്ലാഹി ബൈത്തുൻ ഫീഹി യതീമുൻ മുക്റം. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന വീട് ഏതാണ്? ഒരു യതീം ആദരിക്കപ്പെട്ടുകൊണ്ട്, അങ്ങനത്തെ ഒരു യതീമിന് ഒരു നേരത്തെ ഭക്ഷണം. കഫാലത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിലെ കഫാലത്ത് രണ്ട് തരം. ഒന്നൊരു യതീമിനെ വീട്ടിൽ വളർത്തി ആ കുട്ടിയെ പഠിപ്പിച്ച് ഒരു ഉദ്യോഗസ്ഥനാക്കി ഒരു നല്ല നിലക്കാക്കി ഇങ്ങനെ വിടുക, അതൊരു കഫാലത്താണ്. സഹാബികളെ കാലത്തൊക്കെ ചെയ്തിരുന്ന കഫാലത്ത് എന്ന് പറയുമ്പോൾ അതാണ്. പല സഹാബികളും സെയ്ദ് സാബിത്തൊക്കെ ഉണ്ടാവുന്നൊക്കെ എവിടുന്നാണ് വന്നത് പോലും അറിയില്ല. ലോകത്ത് പറന്നു വീഴുന്ന പല കുട്ടികളുണ്ട്. നമ്മളെ പറ്റി ചിന്തിച്ചാൽ ഒക്കെ വ്യഭിചാരത്തിൽ ഉണ്ടായതാണ്. അനാഥ മക്കളെന്ന് യേശുബിരുവാസനോടൊക്കെ പറയുന്നത്, അനാഥ മക്കൾ എന്ന് പറഞ്ഞാൽ വാപ്പ മരിച്ച കുട്ടികൾ മാത്രമല്ല, ഈ തെരുവോരങ്ങളിൽ, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ അറിയപ്പെടാത്ത, വാപ്പയും ഉമ്മയും അറിയപ്പെടാത്ത പല കാരണങ്ങളുണ്ടാവും. നമ്മളൊക്കെ വിചാരിച്ചാല് ഒരു നെസബ് തറവാടില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടികളൊക്കെ വിചാരത്തിൽ. അങ്ങനല്ല, ഇസ്ലാം പറയുന്നത് എവിടെ ഏത് തെരുവോരങ്ങളിൽ വളരുന്ന കുട്ടികൾ അവർ അനാഥകളാണ്. അവരുടെ സംരക്ഷണം ഇസ്ലാമിന്റെ ബാധ്യതയാണ്. ഷെയ്ഖ് ബിൻ ബാസിന്റെ ഒരു ഫത്വ എന്ന വിഷയത്തിൽ കാണാം. ഞാൻ പറയുന്നത് സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഈ കഫാലത്തിലെത്തി ഈ അനാഥ മക്കളുടെ സംരക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഭൗതികമായും പാരത്രികമായും അനേകായിരം അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു വല്ലാത്ത ഒരു റഹ്മത്തിന്റെ ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ എത്ര ആളുകൾ, നമ്മളെ കുടുംബത്തിലൊക്കെ ഒരാൾ യതീമാകുമ്പോൾ ആ കുട്ടിയെ വളരെ പെട്ടെന്ന് ഒരു യതീംഖാനയിലേക്ക് പോസ്റ്റ് ചെയ്യാന്നല്ലാതെ യതീംഖാന വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ആധുനിക കാലഘട്ടത്തിൽ പഠനങ്ങൾ പറയുന്നത് യതീംഖാന എന്നൊക്കെ പറയുമ്പോൾ എന്ത് തന്നെ പറഞ്ഞാലും ഉമ്മയുടെ സംരക്ഷണമില്ലാതെ, നമ്മുടെ ഇളയമ്മമാരുടെ സംരക്ഷണമില്ലാതെ, വാപ്പയോ പോയി ഇളാപ്പമാരില്ലാതെ, അമ്മാവന്മാരില്ലാതെ അങ്ങനെ വളരുന്ന കുട്ടികൾക്ക് ഒരു വ്യക്തമായ ഒരു സ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയില്ല. യതീംഖാനയിലെ കുട്ടികൾക്ക് എന്താ മോശം? എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി ഒരാഴ്ചയിൽ 2 നേരം ബിരിയാണി കഴിച്ചത് ഒരു അനാഥാലയത്തിൽ ഒരു അധ്യാപകനായിരുന്നു. അപ്പൊ അനാഥാലയത്തിൽ ഇപ്പൊ ഭക്ഷണത്തിന്റെ കുറവൊന്നുമില്ല. പക്ഷെ എന്നാലും ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം